അലിക്കിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ തോമസ് ഇരിമ്പൻ, ശ്രീ ജെയിംസ് മാവേലി, ശ്രീ വക്കച്ചൻ കല്ലറക്കൽ, ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം ഓണാശംസകൾ നേരുന്നു. ഒരു മാസത്തിലേറെയായി ഇതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച വിവിധ പരിപാടികൾക്ക് ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈ ആഘോഷ സമാപന ചടങ്ങിൽ പങ്കെടുക്കുവാനും നിങ്ങളെയൊക്കെ കാണുവാനും സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രസിഡന്റ് ശ്രീ തോമസ് ഇരിമ്പൻ സൂചിപ്പിച്ചതുപോലെ വത്തിക്കാൻ്റെ പ്രവാസി കാര്യാലയത്തിൻ്റെ സെക്രട്ടറിയായി കഴിഞ്ഞ മെയ് മാസം 5-ാം തീയതി ഞാൻ ചാർജ് എടുക്കുകയുണ്ടായി. അതിനുശേഷം ഏറ്റവും ആദ്യമായി അലിക്കിൻ്റെ ഒരു മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുത്തതെന്ന് ഓർമ്മിക്കുന്നു. അദ്ദേഹത്തോട് പറഞ്ഞതുപോലെ ഞാനിവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായും എൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പൊണ്ടിഫിക്കൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നോ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരുവാൻ ഞാൻ സന്നദ്ധനാണെന്ന വിവരം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. 1980-89 കാലഘട്ടത്തിൽ ഞാൻ റോമിലുണ്ടായിരുന്നു. ആദ്യത്തെ 4 വർഷം ഒരു വിദ്യാർത്ഥിയായും പിന്നീട് 5 വർഷം പൊണ്ടിഫിക്കൽ കോളേജിൻ്റെ വൈസ് റെക്ടറായി ഞാൻ സേവനം ചെയ്തു. അക്കാലത്തൊന്നും ഇങ്ങനെ മലയാളികൾ വളരെ കുറവായിരുന്നു. റോമിൽ മലയാളികൾ ഒരുമിച്ച് കൂടുന്ന ഒരു ചടങ്ങിലും പങ്കെടുക്കുവാനായിട്ടില്ല. ഇന്ന് നമ്മുടെ ആളുകളുടെ എണ്ണം കൂടി. റോമിൽ മാത്രമല്ല, ഇറ്റലിയുടെ മറ്റു ഭാഗങ്ങളിലും മലയാളികളുടെ സാന്നിധ്യം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒത്തുചേരലുകൾ നമ്മുടെ സ്നേഹവും സൗഹൃദവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുവാൻ സഹായകമായിരിക്കും എന്ന് മാത്രമല്ല, എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം പരസ്പരം സഹായിക്കാനും സഹകരിക്കുവാനുമുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുവാൻ തീർച്ചയായും ഇതുപകരിക്കും. നാട്ടിൽ ഓണക്കാലം അവസാനിച്ചു. ഓണാവധിക്ക് ശേഷം വിദ്യാലയങ്ങളെല്ലാം തുറന്ന് പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഓണക്കാലത്ത് എല്ലാ വർഷവും പത്രങ്ങളിൽ വായിക്കുന്നത് പോലെ ഈ വർഷം മലയാളി കുടിച്ചു തീർത്തത് 235 കോടി രൂപയുടെ മദ്യമായിരുന്നു. പലപ്പോഴും നമ്മുടെ ആഘോഷങ്ങളുടെ അർത്ഥവും അന്തസ്സത്തയും മറന്നുകൊണ്ട് നാം വെറും അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അതുപോലെയുള്ള ഒന്നായി മാറാതെ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു ആന്തരിക സ്വഭാവം കൈവരുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഓരോരുത്തരുടെയും കൂട്ടായ്മയും സൗഹൃദവും സ്നേഹവും വളർത്തുവാനുള്ള വേദികളായി മാറണം ഇങ്ങനെയുള്ള അവസരങ്ങൾ. അലിക്ക് ഇങ്ങനെയൊരു ഓണാഘോഷം സംഘടിപ്പിച്ചതിൽ അലിക്കിൻ്റെ ഭാരവാഹികളോട്, പ്രത്യേകിച്ച് അതിൻ്റെ പ്രസിഡന്റിനോട് പ്രത്യേകം ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ തനിമയും പൈതൃകവും കാത്തു സൂക്ഷിക്കുവാൻ നമുക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മാത്രമല്ല, നമ്മുടെ തനതായ ആഘോഷങ്ങൾ, അത് ആധ്യാത്മിക തലത്തിലായാലും ഭൗതിക തലത്തിലായാലും നമ്മുടെയുള്ള ആഘോഷങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാനും അവരെയും അതിൻ്റെ ചൈതന്യത്തിൽ വളർത്തുവാനും ഈ മറുനാട്ടിൽ നമുക്കാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശ്രീ തോമസിനും അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും
ഇന്ന് ഇവിടെ നടന്ന വിവിധ പരിപാടികളിൽ വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അഭിവന്യ കളത്തിപ്പറമ്പിൽ പിതാവേ, അലിക്കിൻ്റെ പ്രസിഡന്റ് തോമസ് ഇരുമ്പൻ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മാന്യ വ്യക്തികളെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാട്ടിൽ ഓണാഘോഷം കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ ഓണസദ്യയും കഴിഞ്ഞു, മത്സരങ്ങളും കഴിഞ്ഞു, ട്രോഫികൾ മുമ്പിലിരിപ്പുണ്ട്. അതുകൊണ്ട് നീണ്ടൊരു പ്രഭാഷണം നടത്തുന്നില്ല. അലിക്ക് ഒരു പ്രത്യേക ഒരു നവോത്ഥാന ഘട്ടത്തിലൂടെയാണ് അലിക്ക് കടന്നു പോകുന്നത് ഞാൻ വിശ്വസിക്കുക. പുതിയ കമ്മിറ്റി രൂപമെടുത്തിട്ടുള്ള ആദ്യത്തെ ഓണാഘോഷമാണ്. അതുകൊണ്ട് തന്നെയുള്ള ആളുകളുടെ എണ്ണത്തിലുള്ള വർധനവും മറ്റുമൊക്കെ കാണാനുണ്ട്. തീർച്ചയായിട്ടും അലിക്കിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുകയാണ്. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. മലയാളികളുടെ കണക്ക് നമുക്കറിയില്ല എത്ര പേരുണ്ട് റോമിലൊന്ന്, എങ്കിലും ഒരു 6000 പേര് റോമിൽ മലയാളികളെ കണക്ക് കൂട്ടാം. 6000-ൽ ഒരു നല്ല ശതമാനം 99% ജോലിക്കാരാണ്. ജോലിക്കാർക്ക് വേണ്ടിയുള്ള അസോസിയേഷനാണ് അലിക്ക്. തീർച്ചയായിട്ടും ഇതിലൊരു 15% ജോലി ഇല്ലാത്തവരാണ് എന്നത് ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. ജോലിക്കാരുടേതായ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, ജോലി ഇല്ലാത്തവരുടേതായ പ്രശ്നങ്ങളും ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ജോലിക്കാരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനായിട്ട്, ജോലിക്കാർക്ക് സേവനം ചെയ്യാനായിട്ട് ഈ തൊഴിലാളി സംഘടനയ്ക്ക് കഴിയട്ടെ, ഇതിൻ്റെ ഭാരവാഹികൾ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയുമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. അഭിവന്യ പിതാവേ, ആൻ്റണി അച്ഛ, സ്നേഹമുള്ള തോമസ് ചേട്ട, ബാക്കിയുള്ള വേദിയിലിരിക്കുന്ന സഹോദരങ്ങളെ, ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട് ഈ വേദിയിൽ നിങ്ങളോടൊപ്പം അല്പസമയം പങ്കിടാനായിട്ട് സാധിച്ചതിൽ. ഇതുപോലെ ഈ ട്രോഫികളൊക്കെ നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഈ സാരികളിൽ, പ്രത്യേകിച്ച് കേരള തനിമയുള്ള സാരികളിൽ പ്രത്യക്ഷപ്പെട്ട്, ആണുങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ഡ്രസ്സുകളൊന്നുമില്ലാന്ന് തോന്നുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ഡ്രസ്സുകൾ കാണുമ്പോൾ നമ്മുടെ മലയാളി ആ മനസ്സ് ഇവിടേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഇന്നത്തെ ഈ ഓണച്ചടങ്ങുകൾ സംഘടിപ്പിച്ച അലീക്ക് സംഘടനയെയും അതിൻ്റെ ഭാരവാഹികളെയും വളരെ ആദരവോടെ, ഒപ്പം വളരെ എനിക്ക് അഭിമാനത്തോടെ അവരെല്ലാവരെയും അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. എല്ലാവരെയും ഞാൻ ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിച്ചു കൊള്ളുന്നു. നമ്മൾക്കൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേക്കാം. സ്നേഹമുള്ളവരെ, ഈ ഓണത്തിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഞാൻ വടവാതൂര് സെമിനാരിലായിരിക്കുന്ന കാലഘട്ടത്തിൽ താഴെ ഇരുന്ന് ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ 400ഓളം പേരിരുന്ന് ഇലയിട്ട് 33 കൂട്ടം കറികൾ കൂട്ടി കഴിക്കും. അതുപോലെയുള്ള ഒരു ഓണസദ്യ ഒന്നും എനിക്കിവിടെ കിട്ടിയില്ലെങ്കിലും ആ ദിനത്തിൽ നിങ്ങളിലൊരു നല്ല കുടുംബം എന്നെ വിളിച്ച്, നിങ്ങളെല്ലാം നല്ല കുടുംബം തന്നെ കേട്ടോ, ഒരു വീട്ടുകാരെന്നെ വിളിച്ച് അതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് തന്നതിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി പേർക്ക് അതിൻ്റെ ഓർമ്മ, ഓണത്തിൻ്റെ ഓർമ്മ ഏറെ പേർക്ക് സമ്മാനിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വീക്ഷണം. എന്താണ് ഓണത്തിൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന വലിയൊരു പ്രശസ്ത എഴുത്തുകാരുണ്ട്, സാഹിത്യകാരൻ, നല്ല പദ്യങ്ങൾ രചിച്ച ബ്രിട്ടീഷ്, അദ്ദേഹത്തിൻ്റെ ഒരു പാരഡൈസ് ലോസ്റ്റ് ആൻഡ് പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്ന 2 വലിയ കാവ്യങ്ങളുണ്ട്. നഷ്ടപ്പെട്ട ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഇത് തന്നെയാണ് ഓണത്തിൻ്റെ ചിന്തകൾ. മഹാബലി വാണിരുന്ന ഒരു നല്ല കാലഘട്ടത്തെ മനസ്സിൽ ഓർമ്മിക്കാൻ പരിശ്രമിക്കുന്ന മലയാളികൾ, എല്ലാം നന്മ നിറഞ്ഞ, എല്ലാം നല്ലതായി കണ്ടിരുന്ന, പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും
ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു നല്ല നാളെ അല്ലെങ്കിൽ നല്ല ദിവസങ്ങളെ മനസ്സിൽ താലോലിക്കുക. നഷ്ടപ്പെട്ട അതിനെ വീണ്ടെടുക്കാനായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഒരു വലിയ ആഘോഷമാണ് ഈ ഓണം എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം. എല്ലാ വിശ്വ സാഹിത്യങ്ങളിലും ഈ നഷ്ടപ്പെട്ട ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് പറയുന്നത് എല്ലാ വിശ്വ സാഹിത്യങ്ങളിലും അങ്ങനെയുണ്ട്. അങ്ങനെ ഒരു ഓർമ്മ പുതുക്കുകയാണ് നമ്മളും മഹാബലിയുടെ ഈ നാളിൽ എന്ന് എനിക്കറിയാം. ഏതായാലും അങ്ങനെ ഒരു ഓർമ്മ പുതുക്കിയ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു. ഞങ്ങൾ സാധാരണ അച്ഛന്മാരൊക്കെ രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്, സപ്ര പ്രാർത്ഥന എന്ന് പറയും. അതിൽ ഒരു പദ്യമല്ല, ഒരു ഗദ്യമല്ല പദ്യം തന്നെ, ഒരു ഗാനരൂപത്തിലൊരു ഒരു 2-4 സെന്റൻസ് ഞാൻ പാടും. സ്നേഹവും ഐക്യവും അന്യൂനം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ, അജപാലനമൊരു കുറവെന്നെ ഫലമേകാനിടയാക്കണമേ, ആരോഗ്യം നരനേകണമേ, രോഗികളെ സുഖമാക്കണമേ എന്ന് പറഞ്ഞങ്ങോട്ട് പാടുന്ന പാട്ട് സ്നേഹവും ഐക്യവും അന്യൂനമായി നിലനിൽക്കാനായിട്ടാണ് ഓണനാൾ നമ്മളോട് പറയുക. ആ വാക്കുകൾ നിങ്ങളോട് കടമെടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിൻ്റെതായ സർവ മംഗളങ്ങളും ഐശ്വര്യവും നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ, കൊച്ചു ജീവിതങ്ങളിൽ സമ്മാനിക്കാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകൂടി അഭിമന്യ പിതാവിനും വേദിയിലിരിക്കുന്ന ആന്റണിയച്ഛനും മറ്റ് വേദിയിലും പുറത്തുമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഓണത്തിൻ്റെ മംഗളങ്ങൾ കേരള തനിമയോടുകൂടെ തന്നെ തന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടകരെ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുത്ത് വിജയിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.